ബികോമിൻ്റെ ഭാഷാസാഹിതിയിലെ രണ്ടാമത്തെ കവിത എൻ്റെ ശില്പം വയലാറിൻ്റെത്. അതിലെ മൂന്നാമത്തെ സ്റ്റാൻസ ആണ് നമ്മൾ നോക്കുന്നത്. വിപ്ലവത്തിൻ സനാതന സത്യം വിശ്വമാകെ വിളംബരം ചെയ്യാൻ സൗഹൃദത്തിൻ്റെ നന്ദനോദ്യാനം സൗരവീഥിയിൽ പോലും വിടർത്താൻ ജീവിത പ്രേമഗാന സന്ദേശം ഭാവിതൻ ചുണ്ടിൽ മായാതെ നിർത്താൻ നൂറു യുഗങ്ങളിൽ കൂടി കേറി വന്ന മനുഷ്യൻ്റെ രൂപം പച്ചമണ്ണിൽ പുരുഷാന്തരങ്ങൾ പിച്ചവച്ചു വളർന്നൊരീ മണ്ണിൽ ഞാനിതാ വാർത്തുയർത്തുകയാണീ ഗാനസാന്ദ്രമാം ജീവിതശില്പം. പ്രപഞ്ചമാകെ വിപ്ലവത്തിൻ്റെ സനാതന സത്യം വിളംബരം ചെയ്യാൻ, വിശ്വമാകെ വിളംബരം ചെയ്യാൻ വയലാർ പറയുകയാണ്. വിപ്ലവം മാത്രമാണ് സനാതനമായ സത്യം. ഇത് ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് വിളംബരം ചെയ്യണം എന്നുണ്ട്. സൗരയൂഥത്തിൻ്റെ വീതിയിൽ പോലും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നന്ദനോദ്യാനം എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് എനിക്ക് എന്ന് പറയുമ്പോൾ മാനവന്, മനുഷ്യന് എന്നർത്ഥം. ജീവിത പ്രേമഗാന സന്ദേശം ഭാവിതൻ ചുണ്ടിൽ മായാതെ നിർത്താൻ. ജീവിതം എന്നത് ഒരു പ്രേമഗാനമാണെന്നും അതിൻ്റെ അതിമനോഹരമായ ആ ജീവിതമെന്ന ആ പ്രേമഗാനത്തിൻ്റെ സന്ദേശം വരും തലമുറയുടെ ചുണ്ടിൽ പോലും മായാതെ നിർത്തണം. അതാണൊരു കവിയുടെ കർത്തവ്യം, കടമ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കവിയാണ് വയലാർ. അല്ലാതെ യുദ്ധങ്ങൾ കൊണ്ടോ പോരാട്ടങ്ങൾ കൊണ്ടോ പരസ്പരം സംഘർഷങ്ങൾ കൊണ്ടോ അല്ല നമുക്ക് ഇവിടെ ഈ ജീവിതമെന്ന പ്രേമഗാന സന്ദേശം രചിക്കേണ്ടത് എന്ന് വ്യക്തമായ ബോധ്യം കവിക്കുണ്ടായിരുന്നു. നൂറു യുഗങ്ങളിൽ കൂടി കയറി വന്ന മനുഷ്യൻ്റെ രൂപം എന്ന് പറയുന്നിടത്ത് മാനവരാശി പുരോഗതി ഉണ്ടാക്കിയത് 1-2 ദിവസം കൊണ്ടല്ല, 100 യുഗങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ പരിണാമ ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാണ്. അടുത്ത ഭാഗത്തും അത് തന്നെയാണ്. പുരുഷാന്തരങ്ങളിൽ പിച്ചവെച്ച് വന്ന പുരോഗതിയുടെ പടവ് കയറി വന്ന മനുഷ്യൻ്റെ കഥയാണ്. പച്ചമണ്ണിൽ പുരുഷാന്തരങ്ങൾ പിച്ചവച്ചു വളർന്നൊരീ മണ്ണിൽ ഞാനിതാ വാർത്തുയർത്തുകയാണീ എന്ന് പറയുന്നിടത്ത് ഈ മണ്ണിലാണ് ഞാൻ എൻ്റെ ജീവിതശില്പം എന്ന ആ മനോഹരമായ ശില്പം പടുത്തുയർത്തുന്നത്. എൻ്റെ അധ്വാനത്താലാണ് ഞാൻ ആ പടുത്തുയർത്തുന്നത്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ അതിമനോഹരമായ ഗാനസാന്ദ്രമാകുന്നതാണ് ഈ ജീവിതശില്പം എന്ന് പറയുകയാണ്. ഇതാണ് ഈ ഭാഗത്ത് മൂന്നാമത്തെ സ്റ്റാൻസയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്.